നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് BJPയിലെ പുത്തൻ താരോദയമാവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പുറത്തു വരാനിരിക്കുന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ പ്രധാന പേരുകാരനാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. PC ജോർജിനൊപ്പമാണ് സ്വന്തം പാർട്ടി പിരിച്ചുവിട്ട് ഷോൺ ജോർജ് BJPയിലെത്തിയത്. ജനപക്ഷം എന്ന PC ജോർജിന്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിരുന്നു ഷോൺ ജോർജ്. അത് പിരിച്ചുവിട്ടാണ് PC ജോർജ് BJPയിലെത്തിയത്. BJPയിലെത്തിയതോടെ ഷോൺ ജോർജിന്റെ തിളക്കം വർദ്ധിച്ചു എന്നാണ് രാഷ്ട്രീയ എതിരാളികളും അനുകൂലികളും ഒരുപോലെ പറയുന്നത്. ഷോൺ ജോർജിനെ പോലൊരു ക്രൈസ്തവ നേതാവിനെ എന്ന് വെച്ചാൽ PC ജോർജിനേക്കാൾ തീവ്ര നിലപാടുകൾ കൈക്കൊള്ളുന്ന ക്രൈസ്തവ നേതാവായ ഷോൺ ജോർജ് കേരളത്തിൽ BJPക്ക് നന്നായി ഉപകാരപ്പെടുമെന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. RSS നേതൃത്വവും ഷോൺ ജോർജിന് പിന്നിലുണ്ടെന്നതാണ് സത്യം. ഏതായാലും ഷോൺ ജോർജിനെ BJPയുടെ ക്രൈസ്തവ മുഖമാക്കാനുള്ള നീക്കങ്ങൾ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ BJP അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ സംസ്ഥാനത്തെ BJP RSS നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. BJPയുടെ ഒരു പ്രൈം ടാർഗറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റുകളിലൊന്ന് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക ഇതര വിഭാഗങ്ങൾ. അവരിൽ നിന്നും ഒരു മികച്ച നേതാവിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് BJPയുടെ ദീർഘകാലമായ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്. അതിന് പറ്റിയ ഒരാൾ ഇപ്പോൾ ഷോൺ ജോർജ് ആണെന്നാണ് BJPയുടെ വിലയിരുത്തൽ. നേരത്തെ ജോർജ് കുര്യനെ പോലുള്ള നേതാക്കളൊക്കെ BJPയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം BJPയുടെ താഴെത്തട്ടിൽ നിന്ന്, സംസ്ഥാന തലത്തിൽ നിന്നും അല്ലെങ്കിൽ താഴെത്തട്ടിൽ നിന്ന്, വിദ്യാർത്ഥി യുവജന സംഘടനയിൽ നിന്നെല്ലാം പതിയെ ഉയർന്നു വന്നവരാണ്. അത്തരം ആളുകളെക്കാൾ കുറച്ചുകൂടെ പോപ്പുലറായിട്ടുള്ള, കുറച്ചുകൂടെ തീവ്രമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പോപ്പുലർ മുഖങ്ങളെ BJP ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കണമെന്നാണ് ആ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും പറ്റിയ ആൾ, ഏറ്റവും അനുയോജ്യനയാൾ ഷോൺ ജോർജ് തന്നെയാണെന്നാണ് BJP നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഷോൺ ജോർജിനെ പോലെ തീവ്ര നിലപാടുകളുള്ള, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന, കൃത്യമായ പ്രത്യയശാസ്ത്ര ബോധ്യമുള്ള, ധൈര്യമുള്ള ഒരു നേതാവിനെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും BJPക്ക് കിട്ടിയാൽ അത് അവർക്ക് ശരിക്കും ലോട്ടറി അടിച്ച പോലെയാവും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അടുത്ത തവണ BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജിനെ മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ അവിടുന്ന് ജയിച്ചു കയറാമെന്നുള്ള വിശ്വാസം പോലും ഇപ്പോൾ BJPക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ ഒരു പ്രത്യേക നിയോഗവുമായിട്ടാണ് കേരളത്തിലേക്ക് BJP അഖിലേന്ത്യാ നേതൃത്വം വിട്ടിരിക്കുന്നത്. ക്രൈസ്തവരെയും ഈഴവരെയും പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെയും കൂടുതൽ BJPയോട് അടുപ്പിക്കുക. അങ്ങനെ അടുപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം രാജീവ് ചന്ദ്രശേഖറിന് BJPയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. ഏതായാലും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കെല്ലാം രാജീവ് ചന്ദ്രശേഖറുമായി നല്ല അടുപ്പമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് അങ്ങനെ വലിയ എതിർപ്പില്ല. കാരണം അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടും BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ഐഡിയോളജി പേറാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തോട് അങ്ങനെ ഒരു എതിർപ്പൊന്നും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കില്ല. മാത്രമല്ല ഷോൺ ജോർജിനും PC ജോർജിനും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ക്രൈസ്തവ സഭകളുടെയും ഇടയിൽ നല്ലൊരു പാലമായി വർത്തിക്കാനും സാധിക്കും. ഏതായാലും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് BJPയിലെ ഒരു പ്രമുഖ നേതാവായി ഉയർന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഷോൺ ജോർജ് ഇനി സംസ്ഥാന BJPയുടെ ഒരു പ്രധാന ക്രൈസ്തവ മുഖമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നേതാവായി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉയരുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട.